ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം നൈൽ ക്രൂയിസ്. നൈൽ നദിയിൽ കൂടി ബോട്ടിൽ കയറിയൊരു ഒരു യാത്ര. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൈറോയിലെ ഓൾഡ് സിറ്റി ഏരിയയിൽ കൂടിയാണ്. കൈറോ സിറ്റിക്ക് ഏകദേശം 2000 കൊല്ലത്തോളം പഴക്കമുണ്ടെന്നാണ് പറഞ്ഞത്. നിർമ്മിതികളും നമ്മൾ പോണ വഴി കാണാൻ പറ്റും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റായ ഒരു നിർമ്മിതി നമുക്കിത് കാണിച്ചു തരാം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കൈറോ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര സ്മാരകങ്ങളൊന്നാണ് ഈ കോട്ട. സലാഹുദ്ദീൻ അയ്യൂബി ഇറാഖിൽ ജനിച്ച് ഇറാഖും ഈജിപ്തും ഒരുമിച്ച് ഒരു സാമ്രാജ്യത്തിന് കീഴിലാക്കി മുസ്ലിം ലോകത്തെ ഏറ്റവും പേരുകേട്ടൊരു സൈന്യാധിപനായിരുന്നു സലാഹുദ്ദീൻ അയ്യൂബി. അദ്ദേഹം നിർമ്മിച്ച കൈറോ സിറ്റാഡൽ എന്ന കോട്ടയാണ് ആ കാണുന്നത്. കൈറോ നഗരത്തിലെ പ്രധാന ഐക്കൺ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്നതാണ് കൈറോ സിറ്റാഡൽ എന്ന് പറയുന്നത്. 700 വർഷത്തിലേറെ ഈജിപ്തിലെ ഭരണാധികാരികളുടെ രാജധാനിയായിരുന്നു കൈറോ സിറ്റാഡൽ. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ സൈനിക നേതാക്കളിൽ ഒരാളാണ് സലാഹുദ്ദീൻ അയ്യൂബി. ക്രിസ്ത്യൻ ക്രൂസേഡർമാരിൽ നിന്നും പരിശുദ്ധ നഗരമായ ജെറുസലേം യുദ്ധം ചെയ്ത് മോചിപ്പിക്കുകയും തിരികെ മുസ്ലിങ്ങൾക്ക് തിരിച്ച് കിട്ടുകയും ചെയ്തത് ഇദ്ദേഹത്തിൻ്റെ കാലത്താണ്. അങ്ങനെയാണ് ഇദ്ദേഹം ഇസ്ലാമിക ലോകത്തിൽ പ്രസിദ്ധനായത്. ഏകദേശം 200 കൊല്ലത്തോളം അയ്യൂബി സാമ്രാജ്യം ആയിരുന്നു ഈജിപ്തിനെ ഭരിച്ചിരുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് അതിൻ്റെ ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് പ്ലേസാണ്. ഒരു ഗ്രേവ് യാർഡ്, ഒരുപാട് കാലങ്ങളോളം ഗ്രേവ് യാർഡായിരുന്ന സ്ഥലം, അതായത് മൈലുകളോളം റോഡ് സൈഡുകളിൽ കാണുന്ന എങ്ങനെ പറയാൻ പറ്റുക, ചെറിയ കോട്ടകൾ, കൊട്ടത്തളങ്ങൾ, ഈ മിനാരങ്ങൾ, പള്ളികൾ, അതുപോലെ പല നിർമ്മിതികളുണ്ട്. നമ്മളെപ്പോഴും വിചാരിക്കും എന്താ ഇത് സംബന്ധിച്ചത്, അന്ന് ഒരു ഗ്രേവ് യാർഡാണെന്ന് നമ്മൾ ഇപ്പോഴാണ് മനസ്സിലായി. ഏകദേശം 7ാം നൂറ്റാണ്ട് മുതൽ ഖബർസ്ഥാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്ഥലം. ഇന്നത്തെ കാലത്ത് ജനങ്ങൾ സിറ്റിയിലെ തിരക്ക് കാരണം അവിടെ കയറി താമസം തുടങ്ങി. അങ്ങനെ ഖബർസ്ഥാനും ജനങ്ങൾ താമസം കൂടി സിറ്റി ഓഫ് ഡെഡ് എന്നുള്ള പേരാണ് അതിനറിയപ്പെടുന്നത്. അങ്ങനെ നമ്മൾ നൈൽ നദിയുടെ തീരത്തെത്തി. അതിൻ്റെ തീരത്ത് കൂടിയാണ് ഈ യാത്ര. ലോകത്തിലെ ഏറ്റവും പ്രശസ്തവും നീളം കൂടിയതുമായ നദികളിൽ ഒന്നാണ് ഈ നൈൽ നദി. ഈ നദി ഇല്ലെങ്കിൽ ഈജിപ്ത് എന്ന രാജ്യം തന്നെ ഉണ്ടായിരിക്കില്ല എന്ന് വേണമെങ്കിൽ പറയാം. ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിലൂടെ ഒഴുകി ഈജിപ്തിലെത്തി ഈജിപ്തിൻ്റെ ക്രോസ് ചെയ്ത് മെഡിറ്ററേനിയൻ കടലിൽ അത് അവസാനിക്കുകയാണ്. അങ്ങനെ ഈജിപ്തിനെ ഫലഭൂയിഷ്ഠമായ മണ്ണാക്കി മാറ്റുന്നു. 2 നദികളാണ്, വൈറ്റ് നൈലും ബ്ലൂ നൈലും. വൈറ്റ് നൈൽ തുടങ്ങുന്നത് ലേക്ക് വിക്ടോറിയയിലാണ്. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ തടാകങ്ങളിലൊന്നാണ് ലേക്ക് വിക്ടോറിയ. അവിടെ നിന്ന് ഉഗാണ്ട, താൻസാനിയ, കെനിയ എന്നീ രാജ്യങ്ങൾ ഒഴുകിയിട്ട് എത്യോപ്യയിലെത്തുന്നു. എത്യോപ്യയിലെ പർവ്വതങ്ങളിൽ നിന്ന് ബ്ലൂ നൈൽ ഉത്ഭവിക്കുന്നുണ്ട്. അങ്ങനെ 2 നദികളും കൂടി സുഡാനിൽ വെച്ചാണ് ഒരുമിച്ച് ചേർന്നത്. അങ്ങനെ സുഡാനിൽ നിന്ന് അത് ഈജിപ്ത് വഴി മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് അവസാനിക്കുന്നു. അങ്ങനെ 11 രാജ്യങ്ങളിൽ കൂടി ഒഴുകി ഈജിപ്തിലെത്തിയിട്ടാണ് ഇത് മെഡിറ്ററേനിയനിൽ അവസാനിക്കുന്നത്. ടാൻസാനിയ, ഉഗാണ്ട, റവാണ്ട, ബുറുണ്ടി, കെനിയ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, സൗത്ത് സുഡാൻ, എത്യോപ്യ, എറിട്രിയ, ഈജിപ്ത്. അങ്ങനെ 11 രാജ്യങ്ങളാണ് ഇതിൽ ഒഴുകുന്ന സ്ഥലങ്ങൾ. അങ്ങനെ നമ്മൾ പോർട്ടിലെത്തി. അങ്ങനെ നൈൽ ക്രൂയിസിലുള്ള പോർട്ടിലേക്ക് കയറാൻ നൈൽ നദി നമ്മൾ കൊച്ചിയിൽ കായലില്ലേ, അതേപോലെ ആണ് നൈൽ നദി. നൈൽ നദി എന്ന് പറഞ്ഞാൽ ആഫ്രിക്കൻ്റെ ഹാർട്ട്. ആൻഡ്രിയ അല്ലേ. ഇവിടെ നൈൽ ക്രൂസിന് വേണ്ടിയിട്ട് ഈ ബോട്ടിൽ കയറി അപ്പോൾ മുതൽ എനിക്ക് കൊച്ചി കായലിന് ഓർമ്മ വരുന്നത്. ഞങ്ങൾ അടുത്ത ദിവസം ഒരു കൊച്ചിയിലൊരു ക്രൂസിന് വരുന്നത്. എക്സാക്ട്ലി അതേ നമുക്കൊരു ഫീലിംഗ് ആണ് ഇവിടെ നിന്ന് ഭയങ്കര. പക്ഷെ നൈൽ നദി ഇത്രയും വലുപ്പമുണ്ടെന്ന് നമ്മൾ ഒരിക്കലും കരുതിയിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഒരു സംഭവം തന്നെയല്ലേ.
നൈൽ ക്രൂയിസ്. ഇത് കായൽ വെച്ചിട്ട് നല്ല വെള്ളമാണല്ലേ. കായൽ അതൊക്കെ എന്താ രസം. നൈൽ നദി ലോകത്തിലെ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളെ ബന്ധിപ്പിക്കുന്ന നദികളിലൊന്നാണ്. ആഫ്രിക്കയുടെ ജീവൻ പാത എന്ന് വിളിക്കപ്പെടുന്നു. ശരിക്കും ആലോചിച്ചിട്ടുണ്ടെങ്കിൽ മരുഭൂമിയായി കിടക്കുന്ന ഈജിപ്തിനെ ആഫ്രിക്കൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നൊരു നദി ഒഴുകി വന്ന് ഫലഭൂയിഷ്ഠമായ ഒരു രാജ്യമൊക്കെ മാറ്റുക. എങ്ങനെയുണ്ട്? ഭയങ്കര. അതും നല്ല വെള്ളമുണ്ട്, വലിയൊരു കായൽ പോലെ കിടക്കുന്നുണ്ട് ഈ നദി. മൂടിയത് ആ ഡ്രസ്സേ പൈസ ടിപ്പ് കാണിച്ചു കൊടുക്കാം. പൈസ ഉണ്ടേ കാണിച്ചു കൊടുക്കാം.
أتانا شهر الخير والإحسان بفضل الله نور في الجنان نصوم نهارنا